അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിനകത്ത് നാം പാമ്പിനെ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. നമ്മളൊക്കെ പലപ്പോഴും പാമ്പിനെയൊക്കെ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. അപ്പോ ആദ്യം നാം പാമ്പിനെ കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. ഇദാ ലഹറത്തിൽ ഹയ്യത്തു ഫിൽ മസ്കനി, നിങ്ങളുടെ വീട്ടിനകത്ത് നമ്മൾ പാമ്പിനെ കണ്ടാൽ, നമ്മളെ താമസ സ്ഥലത്ത് പാമ്പിനെ കണ്ടാൽ നമ്മൾ ചെയ്യണം ഫഖൂലു ലഹ, ആ പാമ്പിനോട് പറയണം, ഇന്നാ നസ്അലുകി ബി അഹദി നൂഹിൻ അലൈഹിസ്സലാം വബി അഹദി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. പാമ്പെ, നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത ഉടമ്പടി പ്രകാരവും അതുപോലെ തന്നെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത ഉടമ്പടി പ്രകാരവും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, അല്ല ഉദിയന, നീ ഞങ്ങളെ ബുദ്ധിമുട്ടാക്കരുത്. ആ പാമ്പിനോട് എന്ത് പറയണം? സുലൈമാൻ നബിയോട് ചെയ്ത ഉടമ്പടി പ്രകാരം, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കപ്പലിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്ത ഉടമ്പടി പ്രകാരവും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, നീ ഞങ്ങളെ എന്താവരുത്, പ്രയാസത്തിലാക്കരുത്, ബുദ്ധിമുട്ടിലാക്കരുത്. അങ്ങനെ ചെയ്താൽ എന്താണ് ഗുണം? അത് ജിന്നു വർഗത്തിൽപ്പെട്ട പാമ്പുകളാണെങ്കിൽ, ജിന്നുകൾക്ക് പാമ്പിന്റെ കോലത്തിലൊക്കെ മാറിക്കൊണ്ട് വരാൻ സാധിക്കുമല്ലോ, കോലം മാറിക്കൊണ്ട് വരാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ജിന്നു വർഗത്തിൽപ്പെട്ട പാമ്പാണെങ്കിൽ എന്താവും, അതിന് കേൾക്കാൻ കഴിയും, അതെന്താവും, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അത് സാധാ പാമ്പാണെങ്കിൽ എന്താവും, അതിന് കേൾക്കാൻ കഴിയൂല, അതിന് കേൾവി ശക്തി ഇല്ല പാമ്പിന്. പാമ്പ് ചർമ്മങ്ങൾ വെച്ചാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഒരു പ്രത്യേക അതിന്റെ ശാരീരിക പ്രകൃതം വെച്ചുകൊണ്ടാണ് അത് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോ അത് ജിന്നു വർഗത്തിൽപ്പെട്ട പാമ്പാണെങ്കിൽ എന്താവും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നാണ്. ഇനി മറ്റു സാധാ പാമ്പാണെങ്കിൽ എന്താവും, അത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാതെ അത് വീണ്ടും വീട്ടിനകത്തേക്ക് തന്നെ വന്ന് ഏതെങ്കിലുമൊക്കെ മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കും. അപ്പൊ വീട്ടിനകത്തേക്ക് തന്നെ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ അങ്ങനെ ജിന്നു വർഗത്തിൽപ്പെട്ട പാമ്പിനെ കൊന്നുകളഞ്ഞാൽ അത് വീണ്ടും ജിന്നു വർഗത്തിൽപ്പെട്ട മറ്റു പാമ്പുകൾ വരാനും അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പാമ്പിനെയും അങ്ങനെ പെട്ടെന്ന് കൊന്നുകളയാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ ആദ്യം കണ്ട പാമ്പിനോട് ഇങ്ങനെ പറയണം. എന്നിട്ട് അത് പോയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? ഫഇൻ ആദത്ത് ഫഖ്തുലുഹ, അതിനെന്ത് ചെയ്യാം? ഇനിയും അത് മടങ്ങിപ്പോയിട്ടില്ലെങ്കിൽ എന്താവാം, അതിനെ കൊന്നുകളയാമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം. കൊല്ലാൻ പാടില്ലാത്ത ജീവികളുണ്ട്, കൊല്ലാൻ പാടില്ലാത്ത ഇനത്തിൽപ്പെട്ട പാമ്പുകളുണ്ട്. അതൊക്കെ എന്താകണം, നമ്മൾ പാലിക്കണം. അതൊക്കെ നോക്കിക്കൊണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. അപ്പോ പാമ്പിനെ ആദ്യം കണ്ടാൽ എന്ത് ചെയ്യണം? ഇസ്ലാമും നമ്മോട് കൊല്ലണമെന്ന് എന്ത് ചെയ്യില്ല, പഠിപ്പിക്കുന്നില്ല. ആദ്യം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മുടെ ക്ലാസിന്റെ ലിങ്കൊക്കെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരു നല്ല അറിവാണല്ലോ, അത് വലിയ പുണ്യമാണ്, വലിയ മഹത്വമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.